Hi dear students. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന ചാപ്റ്ററിനകത്ത് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ജേണൽ എൻട്രീസ് അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലം പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബൈബാക്ക് നടത്തുമ്പോൾ നമുക്കറിയേണ്ട കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ആ സർട്ടൺ ജനറൽ പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് സെക്യൂരിറ്റീസ് ക്യാൻ ബി ബോട്ട് ബാക്ക്. ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് മാത്രമേ ബൈബാക്ക് നടത്താൻ പറ്റൂ എന്നുള്ളതാണ് ഒന്നാമത്തെ പറയുന്ന ജനറൽ ആയിട്ടുള്ള കാര്യം. ഓക്കെ, നമുക്കറിയാം ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയർ ആണെങ്കിൽ മാത്രമേ ബൈബാക്ക് നടത്താൻ പറ്റൂ. ഫുള്ളി പെയ്ഡപ്പ് അല്ല എങ്കിൽ എന്ത് ചെയ്യണം? പാർട്ട്ലി പെയ്ഡപ്പ് ആണെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ബൈബാക്ക് നടത്താൻ പറ്റൂ. പ്രിഫറൻസ് ഷെയറും ഡിബഞ്ചറും ഒക്കെ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ കാര്യം. ഇപ്പോൾ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. 8 രൂപ മാത്രമേ അവർ പെയ്ഡപ്പ് ആയിട്ടുള്ളൂ എങ്കിൽ ബാക്കി 2 റുപ്പീസ് എന്തുണ്ട്? അൺപെയ്ഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പ്രിഫറൻസ് ഷെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ബൈബാക്ക് നടത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് 8 രൂപ എന്നുള്ളത് 10 രൂപയായിട്ട് കൺവേർട്ട് ചെയ്യണം. അതല്ലെങ്കിൽ ബാക്കി 2 രൂപ എന്ത് ചെയ്യണം? കോൾ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അതിനെ ബൈബാക്ക് നടത്താൻ പറ്റൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി പെയ്ഡപ്പ് ആണെങ്കിൽ മാത്രമേ ബൈബാക്ക് നടത്താൻ പറ്റൂ. പാർട്ട്ലി പെയ്ഡപ്പ് ആണെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ബൈബാക്ക് നടത്താൻ എന്നർത്ഥം. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈബാക്ക് നടത്തുന്നത് ഒന്നുകിൽ എന്തായിരിക്കണം? ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഫ്രീ റിസർവിൽ നിന്നായിരിക്കും. ഓക്കെ, കമ്പനിയുടെ കയ്യിൽ ആവശ്യത്തിനുള്ള റിസർവ് ഉണ്ട് എങ്കിൽ ആ ഫ്രീ റിസർവിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ബൈബാക്ക് നടത്താം. ഓക്കെ, ദെൻ അതല്ല എങ്കിൽ എന്ത് വേണം? ഫ്രഷ് ഇഷ്യൂ നടത്തണം. ഇങ്ങനെ 2 രീതിയിലാണ് ബൈബാക്ക് നടത്തുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് നോക്കുക. സഫിഷ്യൻറ്റ് ബാലൻസ് മസ്റ്റ് ബി സ്റ്റാൻഡിങ് ടു ദ ക്രെഡിറ്റ് ഓഫ് ഫ്രീ റിസർവ് if buyback is to be made from free reserves. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ട് ബൈബാക്ക് നടത്തും, അതല്ലെങ്കിൽ ഫ്രീ റിസർവിൽ നിന്ന് ബൈബാക്ക് നടത്തും. അങ്ങനെ ഫ്രീ റിസർവിൽ നിന്നാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ കമ്പനിയുടെ കയ്യിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫ്രീ റിസർവ് ബൈബാക്ക് നടത്താൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഷെയറാണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഫ്രീ റിസർവിൽ നിന്നാണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നതെങ്കിൽ കമ്പനിയുടെ ഫ്രീ റിസർവിൽ ആ 1 lakh റുപ്പീസ് അവിടെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ റിസർവിൽ നിന്ന് ബൈബാക്ക് നടത്താൻ പറ്റൂ. അപ്പോൾ കമ്പനിയുടെ കയ്യിൽ ജനറൽ റിസർവിൽ ഒരു 50,000 രൂപയുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു 50,000 രൂപയുണ്ട്. അപ്പോൾ കമ്പനിയുടെ കയ്യിൽ റിസർവായിട്ട് ഫ്രീ റിസർവ് 50,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 50,000, 1 ലക്ഷം രൂപയുണ്ട്. ആ 1 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം? ബൈബാക്ക് നടത്താം. ഓക്കെ, ഇതാണ് സെക്കൻഡ് പോയിന്റ്. സഫിഷ്യൻറ്റ് ബാലൻസ് ഫ്രീ റിസർവിൽ ഉണ്ടെങ്കിൽ മാത്രമേ ബൈബാക്ക് നടത്താൻ പറ്റൂ. ദെൻ തേർഡ് പോയിന്റ്, ഇഫ് ദ ഷെയർസ് ആർ ബോട്ട് ബാക്ക് ഔട്ട് ഓഫ് ഫ്രീ റിസർവ് ഓർ സെക്യൂരിറ്റി പ്രീമിയം, ആൻ എമൗണ്ട് ഈക്വൽ ടു ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ഓഫ് ബോട്ട് ബാക്ക് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ഫ്രം ഫ്രീ റിസർവ് ഓർ സെക്യൂരിറ്റി പ്രീമിയം ടു CRR അക്കൗണ്ട്. അപ്പം കമ്പനിയുടെ കയ്യിൽ ഫ്രീ റിസർവ് ഉണ്ടെങ്കിലേ ബൈബാക്ക് നടത്താൻ പറ്റൂ എന്ന് നമ്മൾ സെക്കൻഡ് പോയിന്റ് പറഞ്ഞു. അങ്ങനെ ഫ്രീ റിസർവിൽ നിന്നാണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നതെങ്കിൽ, ഓക്കെ, ആ ഫ്രീ റിസർവിൽ നിന്ന് ബൈബാക്ക് നടത്തുന്നത് എത്ര രൂപയുടെ ഷെയർ ആണോ അത്രയും രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ റിസർവിൽ നിന്ന് CRR അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എ പ്രിഫറൻസ് ഷെയർ നമ്മൾ എന്ത് ചെയ്തിരുന്നു അതുപോലെ തന്നെയാണ്. പ്രിഫറൻസ് ഷെയർ ബൈബാക്ക് നടത്തിയ സമയത്ത് നമ്മൾ ആ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിഫറൻസ് ഷെയർ ഫ്രീ റിസർവിൽ നിന്നാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ എത്ര രൂപയുടെ പ്രിഫറൻസ് ഷെയർ ആണോ ബൈബാക്ക് നടത്തുന്നത് അത്രയും തുക നമ്മൾ എന്ത് ചെയ്യണം? CRR അക്കൗണ്ടിലേക്ക് മാറ്റണം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അതുപോലെ തന്നെയാണ് ബൈബാക്കിൻ്റെ കേസും. ഏറെക്കുറെ പ്രിഫറൻസ് ഷെയറിൻ്റേതുപോലെ തന്നെയാണ്. എന്ത് ചെയ്യണം? എത്ര രൂപയുടെ ഷെയർ ആണോ ബൈബാക്ക് നടത്തുന്നത് അത്രയും രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ റിസർവിൽ നിന്ന് എങ്ങോട്ട് മാറ്റണം? CRR അക്കൗണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇതാണ് തേർഡ് പോയിന്റ്. അവിടെ ഫ്രീ റിസർവ് പറയുന്നുണ്ട്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടും പറയുന്നുണ്ട്. ഓക്കെ, ഫ്രീ റിസർവിൽ പണം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. എവിടെ നിന്നാണ് മാറ്റുന്നതെങ്കിലും ആ റിസർവിൽ നിന്ന് എങ്ങോട്ട് മാറ്റണം?
CRR അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഫ്രീ റിസർവ് ഓർ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്നത്. സെക്യൂരിറ്റി പ്രീമിയം എന്ന് സെക്കൻഡ് ആയിട്ടാണ് പറയുന്നത്. കാരണം എന്താ, ഒരു കമ്പനി ബൈബാക്ക് നടത്തുന്നത് പ്രീമിയത്തിനാണെങ്കിൽ ആ പ്രീമിയത്തിൻ്റെ തുക നമ്മൾ എവിടെ നിന്നാണ് എടുക്കേണ്ടത്? സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി പ്രീമിയത്തിന് അവിടെ മറ്റൊരു പർപ്പസും കൂടെ ഉണ്ട്. അതുകൊണ്ട് സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രീമിയത്തെ പരിഗണിച്ചാൽ മതി. ഫ്രീ റിസർവാണ് ആദ്യം എടുക്കേണ്ടത്. ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലുള്ള ഫ്രീ റിസർവ് ആദ്യം പരിഗണിക്കുക. അതിനുശേഷം അതിൽ പണം ഇല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എടുക്കും? സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് എടുക്കും. ഓക്കെ, സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് എടുക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യണം? CRR അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. തേർഡ് പോയിന്റ്. ദെൻ ഫോർത്ത്, ഇഫ് എനി പ്രീമിയം പെയ്ഡ് ഓൺ ബൈബാക്ക് മസ്റ്റ് ബി റിട്ടേൺ ഓഫ് ടു സെക്യൂരിറ്റി പ്രീമിയം ടു ഫ്രീ റിസർവ്. മൂന്നാമത്തെ സെക്യൂരിറ്റി പ്രീമിയം ഓർ ഫ്രീ റിസർവ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, ഇനി നമ്മൾ ബൈബാക്ക് നടത്തുന്നത് പ്രീമിയത്തിനാണെങ്കിൽ ഓക്കെ, ആ പ്രീമിയം തുക നമ്മൾ എവിടെ നിന്നാണ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്? സെക്യൂരിറ്റി പ്രീമിയം ഓർ ഫ്രീ റിസർവ്. ബൈബാക്ക് നടത്തുന്നത് പ്രീമിയത്തിനാണെങ്കിൽ, തേർഡ് പോയിന്റ് നമ്മൾ പറഞ്ഞു അല്ലേ, ഫ്രീ റിസർവിൽ നിന്ന് ബൈബാക്ക് നടത്തുവാണെങ്കിൽ ഫ്രീ റിസർവിൽ നിന്ന് പണം എടുക്കണം, സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് എടുക്കണം. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് പറയുന്നത്, ഇനി ബൈബാക്ക് നടത്തുന്നത് പ്രീമിയത്തിനാണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ആ തുക നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് എടുക്കണം. ആദ്യം സെക്യൂരിറ്റി പ്രീമിയത്തിൽ തുക ഇല്ല എങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഫ്രീ റിസർവിൽ നിന്ന് എടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബൈബാക്ക് നടത്തുന്ന പ്രീമിയം കൊടുക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഫിഫ്ത്ത് പോയിന്റ്, ഡിസ്കൗണ്ട് ഓൺ ബൈബാക്ക്. ബൈബാക്ക് നടത്തുന്നത് ഇനി അഥവാ ഡിസ്കൗണ്ടിനാണെങ്കിൽ, ബൈബാക്ക് നടത്തുന്നത് 3 രീതിയിൽ ബൈബാക്ക് നടത്താം കേട്ടോ. പാറിന് നടത്താം, പ്രീമിയത്തിന് നടത്താം, ഡിസ്കൗണ്ടിന് നടത്താം. ഓക്കെ, റിഡംഷൻ നടത്തുന്നത് ഒന്നെങ്കിൽ പാറാവണം അല്ലെങ്കിൽ പ്രീമിയം ആവണം. ഡിസ്കൗണ്ടിന് എന്തുണ്ടായിരുന്നില്ല? റിഡംഷൻ ഉണ്ടായിരുന്നില്ല. അത് ഡിബഞ്ചറിൻ്റെ കേസാണെങ്കിലും പ്രിഫറൻസ് ഷെയറിൻ്റെ കേസാണെങ്കിലും റിഡംഷൻ എന്തില്ല? ഡിസ്കൗണ്ടിനില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബൈബാക്കിൻ്റെ കേസിൽ എന്തുണ്ട്? ഡിസ്കൗണ്ടും ഉണ്ട്. ഓക്കെ, ബൈബാക്ക് അറ്റ് പാർ, ബൈബാക്ക് അറ്റ് പ്രീമിയം, ബൈബാക്ക് അറ്റ് ഡിസ്കൗണ്ട്. ഓക്കെ, ദെൻ ഡിസ്കൗണ്ടിനാണ് അഥവാ നമ്മൾ ബൈബാക്ക് നടത്തുന്നതെങ്കിൽ നോക്കുക, മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഇവിടെ ഡിസ്കൗണ്ടിൻ്റെ തുക നമ്മൾ എങ്ങോട്ടാണ് മാറ്റേണ്ടത്? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. ഓക്കെ, ബൈബാക്ക് നടത്തുന്നത് ഡിസ്കൗണ്ടിനാണെങ്കിൽ ആ ഡിസ്കൗണ്ട് കൊടുക്കുന്ന തുക നമ്മൾ മാറ്റേണ്ടത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ്. ഇതിൻ്റെ ജേണൽ എൻട്രീസ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അത് ക്ലിയർ ചെയ്യും. നമ്മൾ ജസ്റ്റ് ഓർക്കുക, ബൈബാക്ക് ഡിസ്കൗണ്ടിനാണ് നടത്തുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൻ്റെ തുക നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. നെക്സ്റ്റ് ലാസ്റ്റ്, CRR അക്കൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ. ഓക്കെ, CRR അക്കൗണ്ട് ബാലൻസ് എപ്പോഴും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഈ വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ നമ്മളെപ്പോഴും ചോദിക്കാറുണ്ട്. CRR അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? അപ്പോൾ അവിടെ നോക്കുക നിങ്ങൾ, CRR അക്കൗണ്ട് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ. ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? CRR അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ബോണസ് ഷെയറും റൈറ്റ് ഇഷ്യൂവും ബോണസ് ഇഷ്യൂവും നമുക്ക് അടുത്ത ഒരു പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കത് അവിടെ പറയാം. അപ്പോൾ ഇത്രയും 6 പോയിൻറ്റ്സ് നമ്മൾ ജനറലായിട്ട് ബൈബാക്ക് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ്? ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർ മാത്രമേ ബൈബാക്ക് നടത്താൻ പറ്റുള്ളൂ. പിന്നെ റിസർവിനാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ റിസർവ് അക്കൗണ്ടിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബാലൻസ് ഉണ്ടാവണം. റിസർവിനാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ആ റിസർവിൻ്റെ തുക എത്ര രൂപയുടെ ബൈബാക്കാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നോക്കുക, അവിടെ പറയുന്നത് ഫേസ് വാല്യൂ. ഓക്കെ, ഫേസ് വാല്യൂ ഓഫ് ഷെയർ, എത്ര രൂപയുടെ ഷെയർ ആണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നത്, ആ ഷെയറിൻ്റെ ഫേസ് വാല്യൂ എവിടെ നിന്ന് എങ്ങോട്ട് മാറ്റണം? ഫ്രീ റിസർവ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് CRR അക്കൗണ്ടിലേക്ക് മാറ്റണം. പ്രീമിയം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രീ റിസർവിൽ നിന്ന് എടുക്കണം. ദെൻ ഡിസ്കൗണ്ടിലാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൻ്റെ തുക എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. CRR അക്കൗണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. ഇത്രയും അതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതിൻ്റെ ജേണൽ എൻട്രീസ് ആണ്. ഈ ജേണൽ എൻട്രീസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നെക്സ്റ്റ് നമുക്ക് ജേണൽ എൻട്രീസ് ഡിസ്കസ് ചെയ്യാൻ ഏകദേശം ഒരു 8ഓളം ജേണൽ എൻട്രീസ് ഉണ്ട്, നോക്കാം. ഓക്കെ, താങ്ക് യു.